പറഞ്ഞ ചേട്ടൻ ഓർമ്മയുണ്ടല്ലോ അല്ലേ? എന്തായാലും അങ്ങോട്ടേക്ക് ഒരു കണ്ണ് കാണും കേട്ടോ. ഞങ്ങൾ സാധാരണ വീട് വിട്ട് പോയിട്ടില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ. മോൾക്കാണ് പോകാൻ ഏറ്റവും വലിയ ആഗ്രഹം. കുട്ടികളല്ലേ കൊണ്ടായിരിക്കാൻ പറ്റും. പിന്നെ അനിയൻ അടുത്ത ആഴ്ച എന്തായാലും വരും. എന്തായാലും താക്കോലവരോട് പറഞ്ഞു ഏൽപ്പിച്ചേക്കാം. വരുമ്പോൾ ചേട്ടനെ വിളിക്കാൻ പറയാം. അവൻ വന്ന 2 ദിവസം എന്തായാലും ഇവിടെ ഉണ്ടാവും. ചേട്ടനും ശിവാനന്ദല്ലേ ഡ്യൂട്ടിയിൽ ഉണ്ടാവുക? ചേട്ടാ ഇന്നലെ രാത്രി ചേട്ടനായിരുന്നു ഇവിടെ ഡ്യൂട്ടിയിൽ? അല്ല, ഞാനല്ല. എന്താ കാര്യം? ചേട്ടാ ഇവിടെ 7A ആരെങ്കിലും കണ്ടായിരുന്നോ? നിങ്ങളാരാ? എന്ത് വേണം? ഞാൻ 7A സുജിത്തില്ലേ, സുജിത്തിന്റെ ഫ്രണ്ടാണ്. അപ്പൊ അവിടെ എന്തോ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട്. അവിടെ പ്രശ്നം നടന്നോ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ? അച്ഛാ, ഇന്നലെ രാത്രി 7A എന്തൊരു ബഹളം നടന്നു. മിണ്ടായിരടി, മുതിർന്നവർ സംസാരിക്കുമ്പോൾ എൻ്റെ ഇടയ്ക്ക് സംസാരിക്കുന്നോ? നിന്നോട് ആരും പറഞ്ഞു ചോദിച്ചോ? വാങ്ങോട്ട് നടക്ക്. ചേട്ടനപ്പോ ഇവിടെ നിങ്ങൾ നടന്നതായിട്ട് അറിയാം. എനിക്കൊന്നും അറിയില്ല. എന്താ കാര്യം? പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. നിങ്ങൾ പറയുന്ന പോലെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടില്ല. അതെല്ലാം നോക്കാനായിട്ട് ഇവിടെ അസോസിയേഷൻ ആൾക്കാരുണ്ടല്ലോ. നിങ്ങളൊന്ന് പോയേ. ചേട്ടൻ എന്തെങ്കിലും അറിയെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? പോകാനല്ലേ പറഞ്ഞത്? വെറുതെ മനുഷ്യനെ. വാ. എന്തൊക്കെയോ പ്രശ്നമുണ്ടോ? എനിക്കെന്തൊക്കെയോ ഡൗട്ട്. ഞങ്ങൾ ഇന്നാള് തീക്ക് ഷൂസ് വാങ്ങാൻ കടയിൽ പോയി. അവിടെ അമലും ഉണ്ടായിരുന്നു. എന്നിട്ട് നീ അവനെ പോയി കണ്ടിരുന്നോ? എന്താണ് ആവോല്ലോ. എടാ, ഞാൻ അവനോട് 1000 തവണ പറഞ്ഞതാണ് അവള് തേക്കും ആര് കേൾക്കാൻ. ഇനിയിപ്പോ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എടാ, ഇത്രയും ഒരു തേപ്പിടിട്ട് അവൻ നല്ല ഉഗ്രം പണി കൊടുക്കാ വേണ്ടത്. പേടി അത് തന്നെ. ഒന്നും ചെയ്യണ്ട. എടാ, അവനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ നിർത്തി. ഇനി അവനായി അവന്റെ പാടായി അനുഭവിക്കട്ടെ. ശരി ശരി, ഞാൻ വിളിക്കാം. പോവാം. എന്ത് ലാംഗ്വേജ് ആമലേ സംസാരിക്കുന്നത്? എന്ത് തേക്കുക, അടിക്കുക, പിടിക്കുക, ഇങ്ങനെയൊക്കെയാണോ? പിന്നെ പറ്റിച്ചിട്ട് പോകുന്നവരെ പിടിച്ച് ഉമ്മ വയ്ക്കണം. വേണ്ടാന്നൊരാൾ വെക്കുന്നുണ്ടെങ്കിൽ അതിന് റീസൺ ഉണ്ടാവില്ലേ? എന്ത് റീസൺ? പ്രേമിക്കാൻ ഒരു കാരണം ഉണ്ടെങ്കിൽ അത് വേണ്ടാന്ന് വെക്കാൻ ഒരു കാരണം ഉണ്ടാവും. ഞാൻ അത്രേ പറഞ്ഞോളൂ. അതവന് കഴിവില്ലാഞ്ഞിട്ട്. അവന്റെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരിക്കണം. നീ പോയേ. എന്ത് കൊച്ചറ സ്വഭാവമാണല്ലേ. ഞാൻ ഇത് കീർത്തിയോട് എന്തായാലും പറയാൻ കേട്ടോ. ഓടിച്ചെന്ന് പറഞ്ഞു കൊടുക്ക്. പിന്നെ കീർത്തിയോട് പറഞ്ഞ പിന്നെ എനിക്ക് തേങ്ങ. ഹലോ. ബി ഇല്ലടാ, ഞാൻ ഫീസൊക്കെ അടച്ചു. പക്ഷെ എന്താണെന്നറിയില്ല, എനിക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് ആ ലോഗിൻ ഐ ഡിയും പാസ്വേഡും ഒന്ന് അയച്ചു തരട്ടെ? ഒന്ന് ചെയ്യാവോ? ശരി. ഓക്കേടാ. താങ്ക് യു ഏട്ടാ. ശരി, ഓക്കേടാ, ബൈ. നീ എന്ത് ഫീസ് അടക്കുന്നതിന്റെ കാര്യം പറഞ്ഞ? മറ്റേ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ എൻട്രൻസ് എക്സാം ഇല്ലേ, അതിന്റെ ഫീസ് അടക്കുന്ന കാര്യം. എടി, നീ എന്തിനാ അവിടെയൊക്കെ പോയി പഠിക്കുന്നേ? അതൊന്നും ശരിയാവില്ല. അതൊന്നും ശരിയാവില്ല. അല്ല, ആരാ ഈ അബി? അവനെന്തിനാ ഇത്ര ഇൻവോൾവ്മെന്റ് നിന്റെ ഈ കാര്യത്തിന്? അബി എന്നെ മറ്റേ ഫ്രണ്ട്. അല്ല, അവരെന്താ നിന്റെ കാര്യത്തിൽ ഇത്ര ഇൻവോൾവ്മെന്റ് എന്ന്? ഇടത് ഞാൻ സ്വയം തന്നെയാ ചെയ്യുന്നതല്ല, പക്ഷേ എന്തോ ലോഗിൻ ചെയ്യാനുള്ള ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് അവനെ വിളിച്ചതാ. ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഡൽഹി പോക്കൊന്നും നടക്കില്ല. എടി, അത് ഒട്ടും സെക്യൂർഡ് അല്ലാത്ത ഒരു സിറ്റിയാണ്. ദിയ, മനസ്സിലാക്ക്. അമലെ, ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ളതാണ്, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് കോഴ്സസ് ആണ്. ഐ റിയലി വോണ്ട് ടു അപ്ലൈ. എനിക്കിവിടെ പഠിക്കണം, ജോലി ചെയ്യണം. എനിക്കിങ്ങനെ വീട്ടിൽ ചടഞ്ഞോടിയിരിക്കാൻ പറ്റില്ല അമൽ. നിന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിന്നെ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കില്ല നിന്റെ വീട്ടുകാർ. അവരെ പറയണം. ഒരു കാര്യമില്ല, അച്ഛനമ്മനെ പറഞ്ഞോണ്ടല്ലോ. നിർത്തോ? നീ കേട്ടില്ലേ? റോഡ് സൈഡ് ആണ്, എല്ലാരും നോക്കിക്കൊണ്ട് നിക്കണ്. നീ കേട്ടില്ലേ പറയുന്നേ? കാര്യത്തിന് കച്ചറ ഉണ്ടാക്കാൻ ഇങ്ങോട്ട് വന്നേ. എപ്പ നോക്കിയാലും ഇങ്ങനെ.
സിനി സർ എന്നോട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കും. സർ മക്കളിങ്ങ വാ. ഇങ്ങടൊക്കെ മാം, ഞാൻ വന്നപ്പോ ബാത്റൂമിലൂടെ നടക്കുന്ന ദീനയെ കണ്ടു. അല്ലെ കോളം ജീവൻ. ഞാനും അവനും കൂടിയാണ് ഹോസ്പിറ്റലൈസ്ഡ് ആക്കിയത്. ഏത് ഹോസ്പിറ്റല്? TK ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ. അപ്പൊ അവിടെ ആരുണ്ടായിരുന്നു? ഞാനും ജീവനും മാത്രം. അപ്പൊ ഡോക്ടർ ഇല്ലേ? അല്ല, അവിടെ എത്തിച്ചപ്പോ ഡോക്ടർ ഉണ്ടായിരുന്നു. ആണോ? അപ്പോ ഏകദേശം എത്ര മണിയൊക്കെയാണ്? ഒരു 11:30 12. 11:30 12. നീ ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യ്. 11:30 ആണോ 12 ആണോ? 12 മാം. 12 ഉറപ്പിച്ചു. എന്നിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആക്കി ഒരു ഡോക്ടർ വന്ന്. എങ്ങനെയുണ്ട് സിനി ചോദിച്ചിട്ട്? മൊത്തം കള്ളവാ സാറേ. വേണ്ട പോലെ ചോദിച്ചു നോക്ക്, ചെറുക്കൻ സത്യം പറയും. ഇല്ല സർ, സത്യം സർ. ഇവിടെ കേൾക്കണം, ഞങ്ങൾക്കൂടെ തോന്നണ്ട ഇത് സത്യമാണെന്ന്. സജിത്തെ, ഇവനോടൊക്കെ ചോദിക്കേണ്ട രീതിയിലൊക്കെ ചോദിച്ചാൽ എല്ലാം പറയും സാർ. നമ്മളിത് എത്ര കണ്ടതാ. ആ വഴിക്ക് പോട്ടെ. അതെ, ഇത് സാറിന് കൊടുത്തു. മാറി നിൽക്കടാ. സുജിത്തിന്റെ മൊഴി. നിനക്ക് നീ എന്താ പറയാനുള്ളത്? സാറേ, അന്ന് ഞാൻ ഉറക്കത്തിലായിരുന്നു. അപ്പോഴാ അവനെന്നെ കോൾ ചെയ്ത്. ഹലോ. എടാ ഒന്ന് വേഗം, നീ അത്യാവശ്യം ഫ്ലാറ്റിലേക്ക് വാ. എന്താടാ? എടാ നീ വേഗം വാ, വന്നിട്ട് ഞാൻ പറയാം. എന്തു പറ്റി? വേഗം വാ. അവനോട് ആരെങ്കിലും ഉണ്ടാ നോക്കൂ. വേഗം എടുക്ക്. സാറേ, കുറച്ചേരം അവനെ എൻ്റെ കയ്യിലോട്ടൊന്നിട്ടാ. ഇവനെ അങ്ങോട്ട് ഇരുത്തിയാലോ? നമുക്കേ അവിടെ ഒന്ന് പോയിട്ട് അവനവിടെ ഇരിക്കട്ടെ, പോയി വന്നിട്ട് നോക്കാം. നടക്കടാ. സജിത്തെ, ഞാൻ ആ സെക്യൂരിറ്റി ഓഫീസിൽ ചെന്നിട്ടേ ആ രജിസ്റ്റർ വന്നിട്ടെ. പിന്നെ ആ CCTV കൂട്ടായി കൊടുത്തു. സാറേ, നമുക്ക് മുന്നേ ഇവിടെ ആളെത്തിയിട്ടുണ്ട്. നല്ല ഫിനോയിലിന്റെ മണം. മുറിയൊക്കെ നന്നായിട്ട് അടിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്.
സുരേന്ദ്ര ഓ ഫോട്ടോസ് ആ സാർ എന്താ സാർ പ്രശ്നം? നിങ്ങളാരാ? സാർ ഞാൻ രാധാകൃഷ്ണൻ, 7B-ലെയാ. ഓ ഇതാരുടെ ഫ്ലാറ്റാ? ഓണർ ഒരു NRI ആ, വൺ മിസ്റ്റർ ശ്രീധർ. അവരൊക്കെ അങ്ങ് ദുബായിലാ. അദ്ദേഹത്തിന്റെ മകനാണ് ഇവിടെ താമസം. ഇന്നലെ ഇവിടെ ആരെങ്കിലും വന്നിരുന്നു? അറിയില്ല സാർ. ഇവിടെ രാത്രി ഇന്നലെ വല്ല ശബ്ദമോ ബഹളമോ എല്ലാം കേട്ടിരുന്നു? കേട്ടില്ല സാർ. ഞങ്ങള് നേരത്തെ കിടന്നായിരുന്നു. ഓ ആ ഫോട്ടോ ഒന്ന് കാണിച്ച്. ഇതൊക്കെ ആരാ? സാറേ ഇത് 7A സുജിത് സാറാ. കൂടുതലൊക്കെ സാറിൻ്റെ കൂടെ വരാറുള്ളവരാ. ഇന്നലെ രാത്രി ഇവിടെ ആരായിരുന്നു ഡ്യൂട്ടി? സാറേ ശിവണ്ണനാ ഇവിടെ. അപ്പുറത്ത് സിബു സദാനന്ദനാണ് സാർ. അവരുടെ ഫോൺ നമ്പർ ഉണ്ടോ? ഓ ഉണ്ട്. എടു പറഞ്ഞോ സാറേ. വിസിറ്റേഴ്സ് രജിസ്റ്റർ പറ. 88635566. സാർ CCTV ഫുട്ടേജ് കിട്ടിയില്ല. റൂം ലോക്കാണ്. താക്കോല് ഉണ്ണിയാടൻ സാറിൻ്റെ കയ്യിലാണ്. സാറാണ് അസോസിയേഷൻ സെക്രട്ടറി. ഏത് ഉണ്ണിയാടൻ? സാറേ ആ കേരള കോൺഗ്രസിൻ്റെ ഓ താനേതാ? ഞാനിവിടുത്തെ കെയർ ടേക്കറാ. അപ്പൊ സാറ് വരുമ്പോഴേ താക്കോല് മേടിച്ച് അങ്ങ് സ്റ്റേഷനിലെത്തി. ശരി സാർ. ആ സാറേ ഈ ഫയലിൻ്റെ ഒരൊറ്റ കോപ്പി എടുത്താൽ മതിയല്ലോ. ഓ ഓ മതി. പിന്നെ വീണ്ടും എടുത്തോണ്ട് വരുമ്പോൾ വേറെ ഒന്നും പറയരുത്. ഓ ഇവിടെ ആരാ ഫ്രീ ആയിട്ടുള്ളത്? സാറേ പ്രകാശമുണ്ട്. പ്രകാശൻ അത് വേണ്ട. സിനി ഒന്നേ. പിന്നെ അവന്മാരോടൊന്ന് ശരിക്ക് ചോദിച്ചാൽ. ശരി സാർ. പറ, ആരാ അവളെ ആദ്യം കയറി പിടിച്ചേ? അറിയില്ല സാർ, അറിയില്ല. നിനക്കറിയില്ല? അപ്പോ നീ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല സാറേ, ഞാൻ വീട്ടിലായിരുന്നു. അപ്പോഴാ സുജിത്ത് എന്നെ വിളിച്ചു. അപ്പൊ നീ സുജിത്തിന്റെ കൂടെ ഉണ്ടായിരുന്നോ? ഇല്ല സാറേ, ഞാൻ എന്റെ വീട്ടിലായിരുന്നു. നീ നിന്റെ വീട്ടിലായിരുന്നു. അപ്പൊ നിനക്കൊന്നും അറിഞ്ഞൂടാ? ഇല്ല, വീട്ടിലായിരുന്നു സാറേ. അപ്പോഴാ സുജിത്ത് വിളിച്ചിട്ട് ഞാൻ ഫ്ലാറ്റിലേക്ക് എത്തി. അപ്പൊ നിനക്കൊന്നും അറിയില്ല. സത്യം പറഞ്ഞോ? സുജിത്ത് വിളിച്ചിട്ട് ഞാൻ അവിടെ കയറി വന്നേ. സുജിത്ത് പോയി വന്നിട്ട് ഞാൻ വന്നു. ആണോ? നീ അവിടെ ഉണ്ടായിരുന്നു സാറേ? സുജിത്ത് വിളിച്ചപ്പോഴേ ഞാൻ വന്നേ. സുജിത്ത് വിളിച്ചപ്പോ നീ അവിടെ ഉണ്ടായിരുന്നു? ഞാൻ വേറെ സ്ഥലത്തായിരുന്നു. സുജിത്ത് വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വന്നേ. അപ്പൊ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? ഇല്ല സാറേ, ഞാൻ പോയപ്പോ സുജിത്ത് പറഞ്ഞിട്ട്. ഞാൻ വന്നപ്പോൾ ബാത്റൂമിൽ കിടക്കായിരുന്നു. ഞാൻ എന്നിട്ട് ജീവനെ വിളിച്ചു നിർത്തി. അവൻ വന്നിട്ട് ബാത്റൂമിൽ നിന്ന് എടുത്ത് ബെഡ്റൂമിലേക്ക് മാറ്റി. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി അവളെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കി. ഇത് നീ ഉണ്ടാക്കിയ കഥ. എനിക്കറിയേണ്ടത് നിങ്ങൾ എല്ലാരും കൂടെ ചേർന്ന പെണ്ണിനെ എന്ത് ചെയ്തു? അവളെ കാമുകനെ കാണിക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി എന്താണ് ചെയ്തത്? നല്ല ഫോം സാറേ. അവന്റെ കിടുങ്ങാമണി ചവിട്ടി പൊട്ടിക്കല്ലേ, അത് കേസ് വേറെയാ. ഒന്നും